കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കും, മാതാപിതാക്കൾക്കും, കുഞ്ഞു കുട്ടികൾക്കും, യൗവനക്കാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നാളുകളായി നാം സന്തോഷത്തെക്കുറിച്ചുള്ള ചില സൂചനകളും ചില അനുഭവങ്ങളും തരുന്നതായ തിരുവചന സന്ദേശമാണ് കേട്ടുകൊണ്ടിരുന്നത്. നാളുകളായി ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ? ഒട്ടും സന്തോഷമില്ലാതിരുന്ന, സന്തോഷം നഷ്ടപ്പെട്ടു പോയ നിങ്ങൾക്ക് ആർക്കെങ്കിലും സന്തോഷം ലഭിച്ചുവോ? നിങ്ങൾക്കങ്ങനെ ഏതെങ്കിലും അനുഭവങ്ങൾ ലഭിച്ചുവെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഞങ്ങൾക്കും നിങ്ങളോടൊപ്പം ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ ഒരവസരം ലഭിക്കുമല്ലോ. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ദൈവിക സന്തോഷമുള്ളവരായി തീരണമെന്നാണ്. മാത്രവുമല്ല, നിത്യ സന്തോഷത്തിൻ്റെ രാജ്യമായ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരണമെന്നുള്ളതാണ്. ഈ ഭൂമിയിലെ സന്തോഷം താൽക്കാലികമാണ്. ദുഃഖങ്ങളും അല്ലേ, എത്ര ദുഃഖമുണ്ടെങ്കിലും ഈ ഭൂമിയിലേ ഉള്ളൂ. പക്ഷേ ആ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരനുഭവം ദൈവം തരികയാണെങ്കിൽ അതല്ലേ ശ്രേഷ്ഠമായ അനുഭവം? സന്തോഷിക്കാൻ അവസരമുള്ളപ്പോൾ സന്തോഷിക്കുക, അത് ആർക്കും പറ്റും. എന്നാൽ സന്തോഷിക്കാൻ വകയില്ലാതെ ദുഃഖിക്കേണ്ട ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ അതിന് പ്രത്യേക ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവത്തിൻ്റെ മക്കൾക്കേ അതിന് കഴിയൂ. നമുക്ക് തിരുവചനത്തിലേക്കൊന്ന് തിരിയാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. എങ്കിലും എന്ന വാക്യത്തിന് ഒത്തിരി അർത്ഥമുണ്ട്. അതറിയണമെങ്കിൽ എന്താണ് ആ വാക്യത്തിൻ്റെ ആഴം? അതറിയണമെങ്കിൽ 17-ാമത്തെ വാക്യം വായിക്കണം. പ്രവാചകൻ പറയുകയാണ് തൻ്റെ അനുഭവത്തോട് ചേർത്ത്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. അതിനുശേഷം പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളതിന് വലിയ അർത്ഥമൊന്നുമില്ല, അല്ലേ? അതിന് വലിയ വിഷമമൊന്നുമില്ല. എങ്കിലും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷിക്കാത്ത ചില മനുഷ്യജീവിതങ്ങളുണ്ട്. പക്ഷെ എന്നാലും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ സന്തോഷിക്കുക അതത്ര എളുപ്പവുമല്ല, പ്രായോഗികവുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചാൽ അതിനും സാധിക്കുമെന്നുള്ളതാണ് ഈ തിരുവചനത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ അത്തിവൃക്ഷം നട്ടു, എന്ത് ചെയ്താലും തളിർക്കുന്നില്ല. വളമിട്ടു, വെള്ളമൊഴിച്ചു, എന്നും ചെന്ന് നോക്കും, പക്ഷെ തളിർക്കുന്ന പോലുമില്ല. പുഷ്പിക്കുന്നോ ഇല്ലല്ലോ, ഫലമോ അല്പം പോലുമില്ല. പക്ഷെ തളിർത്ത് കാണാൻ പറ്റുന്നില്ല. അത്തിവൃക്ഷം തളിർക്കുകയില്ല. പിന്നെയോ, എന്നാൽ അത്തിവൃക്ഷത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് മാറ്റിവെക്കാം, കുറച്ച് മുന്തിരിവള്ളി നട്ടേക്കാം. മുന്തിരിവള്ളി നട്ടു, അത് തളിർത്തു, അത് പടർന്നു, പക്ഷേ മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, മുന്തിരിങ്ങ ഉണ്ടാകുകയില്ല. എന്ത് പ്രയോജനം? രണ്ടും ഒരുപോലെ. കർത്താവിന് സ്തോത്രം. എന്നാൽ ഇനി അതും വേണ്ട, കുറച്ച് ഒലിവ് മരം നടാമെന്ന് വയ്ക്കാം. ഒലിവ് മരം നടാൻ പ്രയത്നിച്ചത് ബാക്കി ഒരു ഫലവും കിട്ടിയില്ല, നിഷ്ഫലമായി പോകും, ഫലമില്ലാതായി പോകും, ഫലമില്ല. പല രീതിയിൽ നിലങ്ങളിൽ കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു, പക്ഷെ നിലങ്ങൾ ആഹാരം വിളയിക്കുന്നേയില്ല. സ്തോത്രം. എന്നാൽ കുറച്ച് ആടുകളെ വാങ്ങി വളർത്തിക്കളയാം. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഇത് ആട്ടിൻകൂട്ടം ഓടുന്നത് നശിച്ചു പോകുന്നു. കുറേ ആടുകൾ വാങ്ങി, ഒരുപക്ഷേ ഇന്നത്തെ അവസ്ഥ പറഞ്ഞാൽ ലോൺ എടുത്തങ്ങടെ ആടിനെ വാങ്ങി, പക്ഷേ എല്ലാം നശിച്ചു പോയി. എന്നാൽ ഇനി പോട്ടെ, ആട് പോട്ടെ, കുറച്ച് കന്നുകാലിയെ വാങ്ങി വിടാം, പശുക്കളെ വാങ്ങി വിടാം. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, അതും ചത്തുപോയി. എല്ലാം പ്രതികൂലം. ഞാനിന്ന് ഈ വാക്കുകളെ പറയുമ്പോൾ എല്ലാം പ്രതികൂലമായ ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഒന്ന് കരകയറുവാനായി പലതും ചെയ്തു നോക്കി. കൃഷി ചെയ്തു, ബിസിനസ് ചെയ്തു, മറ്റുള്ളവരുടെ തോട്ടം
അത് പാട്ടത്തിനെടുത്ത് ചില കൃഷി ഇറക്കി, ഒരുപടി കാര്യങ്ങൾ ചെയ്തു നോക്കി. ചില കോൺട്രാക്റ്റ് വർക്ക് എടുത്തു, ചില റബ്ബർ സ്ലോട്ടർ അതിനു വേണ്ടിയിട്ടെടുത്ത് ചെയ്തു നോക്കി, ചില തടിക്കച്ചവടം നടത്തി, ചില ബിസിനസ്സുകൾ നടത്തി, പലതും ചെയ്തു. പക്ഷെ കരകയറ്റമില്ല. നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങളുടെ മുഖത്തെ വാട്ടം മാറ്റിത്തരാൻ യേശുവിന് കഴിയും. നിങ്ങൾ യേശുവുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇതാണെങ്കിലും ഈ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും സന്തോഷം തരാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രവാചകൻ പറയുകയാണ്, ഈ ലോകത്തിലുള്ള അനേകരെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്താണ് പറയുന്നത്? സാക്ഷാത്തായ ക്രിസ്തീയ ജീവിതം. ദൈവം എല്ലാം തരുമ്പോൾ അതിൽ സന്തോഷിച്ച് മേളിച്ച് ഉല്ലസിച്ച് പോകുന്നതാണോ? ഉല്ലസിക്കാം, സന്തോഷിക്കാം, സ്തുതിക്കാം, തെറ്റല്ല. പക്ഷേ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, ഉദ്ദേശിക്കുന്ന പോലെ ഉയരാൻ പറ്റുന്നില്ല, വളരാൻ പറ്റുന്നില്ല, പലതും പ്രതികൂലം. 1000 കിട്ടുമ്പോൾ 2000 ചെലവ് വരുന്നു. ഇങ്ങനെ മുന്നോട്ട് നോക്കിയാൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ജീവിതം താളം തെറ്റിപ്പോയവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ, കഷ്ടതയുടെ മധ്യത്തിൽ സന്തോഷം തരുന്നൊരു ദൈവമുണ്ട്. പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആനന്ദം തരുന്നൊരു ദൈവമുണ്ട്. പ്രവാചകൻ പറയുകയാണ്, ധൈര്യത്തോടെ പറയുകയാണ്, എനിക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നുണ്ട്, എനിക്ക് ദൈവമുണ്ട്, അതിൽ ഞാൻ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അങ്ങനെയൊന്ന് സന്തോഷിക്കാൻ തുടങ്ങാമോ? എങ്കിൽ നിങ്ങളുടെ പ്ലാനതകൾ മാറും. എനിക്ക് യേശുവിനെ കിട്ടിയല്ലോ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാം, യേശുവിനെ കിട്ടുന്നതിലും വലിപ്പമുള്ള സന്തോഷം, യേശുവിനെ കിട്ടുന്നതിലും വലിയ സമ്പത്ത് മറ്റേതുണ്ട്? ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയാലും, അത്തിവൃക്ഷം തളിർത്താലും ഫലം കായ്ച്ചാലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായാലും, നിലങ്ങൾ ആഹാരം വിളയിച്ചാലും, ആടുകൾ വലിയ വലിയ സമ്പത്ത് കൊണ്ടുവന്ന് തന്നാലും, കന്നുകാലികൾ പെറ്റുപെരുകി വലിയ മൃഗസമ്പത്തുണ്ടായാലും, യേശുവില്ലെങ്കിൽ സന്തോഷം കിട്ടുകയില്ല. ദൈവവുമായി ബന്ധമില്ലെങ്കിൽ മകനെ നിനക്ക് സന്തോഷം കിട്ടുകയില്ല. എന്നാൽ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിനക്ക് സന്തോഷിക്കാമെങ്കിൽ ദൈവം നിന്നെ അധികകാലം അങ്ങനെ വിടുകയില്ല. നിനക്ക് എല്ലാം തന്ന് നിന്നെ പോഷിപ്പിക്കാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സമയത്തായിരിക്കണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആയിരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ, ദൈവത്തിൻ്റെ സമയത്ത് മകനെ നിന്നെ ദൈവം സഹായിക്കും. ഡിലേസ് ആർ നോട്ട് ഡിനയൽസ്. താമസിക്കുന്നത് ദൈവം അവഗണിച്ചിട്ടല്ല, എല്ലാം തന്ന് നമ്മെ തൃപ്തരാക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ നമ്മുടെ മനോഭാവം, കർത്താവേ, ഈ ഭൂമിയിലെ ഒന്നുകൊണ്ടുമല്ല ഞാൻ സന്തോഷിക്കുന്നത്, ഈ ഭൂമിയിലെ ഒന്നുകൊണ്ടുമല്ല ഞാൻ അങ്ങേ ആരാധിക്കുന്നത്, എനിക്ക് ഇന്നത് ഭൂമിയിലെ ഇന്നത് തന്നുകൊണ്ടല്ല ഞാൻ അങ്ങയെ പിൻപറ്റുന്നത്, എനിക്ക് അങ്ങയെ തന്നെ തരാൻ അവിടത്തേക്ക് തിരുമനസ്സായി. കാൽവരി ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെയും തന്ന് എന്നെ അവിടുന്ന് സ്നേഹിച്ചു. അവിടുത്തെ തിരുരക്തം തന്ന വിലയേറിയ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തു. എനിക്ക് പാപമോചനം തന്നു, എനിക്ക് രക്ഷ തന്നു, എനിക്ക് നിത്യജീവൻ്റെ ഓഹരി തന്നു. എല്ലാം ഓർത്തുനാഥ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഭൂമിയിലുള്ളതല്ല, ഞാൻ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നു, ഉയരത്തിലുള്ളതിലേക്ക് നോക്കി അങ്ങയെ ആരാധിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ ചില നഷ്ടങ്ങളും കഷ്ടങ്ങളും കേടുകളും കെടുതികളും വന്നതുമൂലം ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദുഃഖം മാറ്റി നിങ്ങളുടെ ദുഃഖത്തോട് യാത്ര പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക. യേശുവിനെ സ്വന്തമായി കിട്ടിയല്ലോ എന്നോർത്ത് നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക. അങ്ങനെയെങ്കിൽ മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരും. ഇന്ന് കെടുതിയാണെങ്കിലും നാളെ കെടുതി മാറുന്നൊരു ദിവസമുണ്ട്. ഇന്ന് കഷ്ടതയാണെങ്കിലും ആനന്ദം തരുന്നൊരു ദിവസമുണ്ട്. ഇന്ന് ദുഃഖവും നെടുവീർപ്പുമാണെങ്കിലും നമ്മെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രവാചകൻ നല്ല ധൈര്യത്തോടെ പ്രാഗൽഭ്യത്തോടെ ഒരു വെല്ലുവിളിയായി, സമൂഹത്തിന് നേരെ ഒരു വെല്ലുവിളിയായി നിന്നുകൊണ്ട് പറഞ്ഞു, അത്യവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായില്ലെങ്കിലും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് കൂട്ടത്തോടെ നശിച്ചുപോയാലും, ഗോശാലകളിൽ കന്നുകാലി ഇല്ലെങ്കിലും,
ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. ദൈവത്തിലുള്ള സന്തോഷം, ഭൂമിയിലെ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിലല്ല, അനുഗ്രഹദാതാവിലുള്ള സന്തോഷം. അതാണ് നിത്യമായ സന്തോഷം, അതാണ് യഥാർത്ഥ സന്തോഷം. ചില അനുഗ്രഹങ്ങൾ സന്തോഷിച്ചിരുന്നാൽ അനുഗ്രഹം പോകുമ്പോൾ നമ്മുടെ സന്തോഷവും പോകും. പക്ഷേ അനുഗ്രഹത്തിന് ദാതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ചാൽ ആ ദൈവം എന്നും മകനെ നിൻ്റെ കൂടെയിരിക്കും, നിൻ്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോകുകയില്ല. അതിൽ വലിയൊരു സന്ദേശമാണ് ഹബക്കൂക്ക് പ്രവാചകൻ നമുക്ക് തരുന്നത്. വലിയൊരു സന്ദേശം. ഈ സന്ദേശം എന്താണ്? നഷ്ടങ്ങളിലും സന്തോഷിക്കുക, കഷ്ടതയിലും പാട്ടുപാടുക, ദുഃഖത്തിലും ആനന്ദിക്കുക എന്ന സന്തോഷം. ഇന്ന് അനവധി ദുഃഖങ്ങൾ, വിരഹത്തിൻ്റെ ദുഃഖങ്ങൾ, വേദനയുടെ ദുഃഖങ്ങൾ, കടബാധ്യതയുടെ ഞെരുക്കങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളിലൂടെ വലയുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിച്ചാൽ, ദൈവത്തിൽ സന്തോഷിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങൾക്ക് ദുഃഖമില്ലാത്ത, നെടുവെറുപ്പില്ലാത്ത, കടബാധ്യതയില്ലാത്ത ആ നിത്യജീവൻ്റെ അവകാശം, നിത്യസ്വർഗത്തിൻ്റെ അവകാശം ദൈവം നിങ്ങൾക്ക് തരും. ദൈവം നന്മകളാൽ നിങ്ങൾ നിറയ്ക്കും. അങ്ങനെ ഇന്ന് നെടുവെറുപ്പോടെ, നിരാശയോടെ, ഭാരത്തോടെ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനോടെല്ലാം യാത്ര പറഞ്ഞ്, എൻ്റെ സാഹചര്യം മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ളവർക്ക് ഇപ്പോൾ തലകളെ വണക്കാൻ, കണ്ണുകളെ അടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനേക ദൈവമക്കൾ ഞങ്ങളുടെ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പലരും പ്രിയപ്പെട്ടവർ കടന്നുപോയതിലുള്ള ദുഃഖം, കർത്താവേ, എല്ലാം അധ്വാനിച്ചിട്ടും പ്രതിഫലം കിട്ടാത്ത ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതയിലൂടെ, ഞെരുക്കത്തിലൂടെ, പ്രതീക്ഷിച്ചതായ വരുമാനമില്ലാതെ, പ്രതീക്ഷിച്ചതായ ഉയർച്ചയില്ലാതെ കഴിഞ്ഞു പോകുന്ന അനേകരും നീ വാക്കുകളെ കേൾക്കുന്നുണ്ടല്ലോ കർത്താവേ. അപ്പോൾ അവരുടെ മേൽ അവിടുത്തെ കരം നീട്ടണമേ. ഈ പ്രതിസന്ധികളിലും സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ അവരെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ലോകത്തിലെ ചില ദുഃഖങ്ങൾ അത് നിത്യമായ ദുഃഖമല്ല എന്നും, ഈ ലോകത്തിലെ ചില കഷ്ടപ്പാടുകൾ അത് നിത്യമായ കഷ്ടതയല്ലെന്നും, തങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെയും ഒരുക്കി വച്ചിരിക്കുന്ന നിത്യസ്വർഗത്തിൻ്റെ അവകാശവും നിത്യസ്വർഗത്തിൻ്റെ ആനന്ദവും മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ ആനന്ദിക്കുവാൻ കർത്താവെ അവിടുത്തെ മക്കൾക്ക് ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും കഴിഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ, നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം കേട്ടതുപോലെ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും സന്തോഷിക്കാൻ ദൈവം നിങ്ങൾക്കതുള്ള അവസരം തരും, ഭാഗ്യം തരും. നിങ്ങളെ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.